റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതിയുടെ കൈവെട്ടിയ കേസിൽ പ്രകോപനമായത് വഴിത്തർക്കമെന്ന് പ്രതിയുടെ മൊഴി. പ്രതി മണികണ്ഠന്റെ വീട്ടിലാണ് സിന്ധു വാഹനം നിർത്തിയിരുന്നത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത്. ഗോപാൽ ശിലാസനനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഗോപാലെ? ഒരു വഴിത്തർക്കം കൈവെട്ടി മാറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുകയാണ്. പണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിന് പകരം ഇപ്പൊ നേരെ പോവുക, കൈ വെട്ടുക, കാല് വെട്ടുക. ഇത് എന്ത് ഏർപ്പാടാണ്? എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഗോപാൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇതൊരു വഴിത്തർക്കത്തിൽ രണ്ട് അപരിചിതർ തമ്മിലുള്ള തർക്കമല്ല, അല്ലെങ്കിൽ പ്രശ്നമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം അമ്മാവനാണ് 3 ലിങ്ക്സ് വഴിയുടെ പേരിൽ അനന്തരവളുടെ 2 കൈകളും വെട്ടി നശിപ്പിച്ചത്. പ്രതിയെ ഇന്നലെ വൈകുന്നേരം ആറ്റിങ്ങിൽ നിന്നാണ് പിടികൂടിയത്. പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മണികണ്ഠൻ ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ താൻ പലതവണ തൻ്റെ വീടിന് പരിസരത്ത് ഇത്തരത്തിൽ സ്കൂട്ടർ പാർക്ക് ചെയ്യരുത് എന്ന് സിന്ധുവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അത് സിന്ധു കേട്ടില്ല. അതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കവും ഉണ്ടായിരുന്നു. പ്രതി പറയുന്നത്, പ്രമാണത്തിൽ പറയുന്നത് സിന്ധുവിന്റെ വീട്ടിലേക്ക് പോകാൻ 3 ലിങ്ക്സ് വഴി മാത്രമാണ് ഉള്ളത് എന്നാണ്. ആ വഴിയിൽ കൂടി സ്കൂട്ടർ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സിന്ധു പതിവായി തൻ്റെ വീട്ടിലേക്കുള്ള വഴി മുടക്കി സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ അത്തരത്തിൽ പാർക്ക് ചെയ്യുകയും അത് ചോദ്യം ചെയ്യുകയുമാണ് ഉണ്ടായത്. പ്രമാണത്തിലില്ലാത്ത വഴിക്ക് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു സിന്ധുവെന്നും അതിലാണ് ഇത്തരത്തിലേക്ക് വലിയ പ്രശ്നമുണ്ടായെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സിന്ധുവിനെ ആക്രമിക്കുകയായിരുന്നു എന്നതാണ് മണികണ്ഠന്റെ മൊഴിയിൽ പറയുന്നത്. ഇതിൽ ഈ ആക്രമണത്തിൽ സിന്ധുവിന്റെ 2 കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെ നിഗമന പ്രകാരം പെട്ടെന്നുണ്ടായ പ്രകോപനമാണെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തലയ്ക്കു നേരെ വെട്ടുമോ എന്ന ചോദ്യമാണ് പോലീസ് തിരിച്ച് പ്രതിയോട് ഉന്നയിച്ചത്. അതിൽ വേണ്ട കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. തലയ്ക്ക് വന്ന വെട്ട് സിന്ധു 2 കൈകൾ ഉപയോഗിച്ച് തടഞ്ഞതിനാൽ ജീവഹാനി ഉണ്ടായില്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ 2 കൈകൾക്കും ആഴത്തിൽ മുറിവുണ്ട്. ഒരുപക്ഷെ ചലനശേഷി പോലും ബാധിച്ചേക്കാവുന്ന തരത്തിലേക്കുള്ള പരിക്ക് 1 കൈക്കുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും പ്രതിയെ ഇന്നലെ പ്രാഥമികമായി ചോദ്യം ചെയ്ത് രാത്രി 11 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അരുൺ. ഓക്കെ.